ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഞാനിവിടെ ഓണം നമ്പർ 3 ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഡാൻസ് ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് KHS ഇവിടെ കേരള ഹിന്ദു സൊസൈറ്റി എന്തിനാണോ മനസ്സിലായി. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഈ ഓണപരിപാടിക്കാണ് ഈ ഡാൻസ് ഡ്രാമ ചെയ്യുന്ന ഒരു 10-40 മിനിറ്റ് ഉള്ളൊരു വലിയൊരു കഥയാണ്, മനസ്സിലായോ? അപ്പോൾ അതിൽ ഞാൻ അസുരൻ, ഐ എം ദ അനിയൻ ഓഫ് ദ മെയിൻ അസുര. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നിട്ട് സോ അതിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സാരി ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇന്നിപ്പം ആദ്യമായിട്ട് ഞാനൊരു ഓണപരിപാടിക്ക് ഇത്രയും നേരത്തെ വരുന്നത്. ഇന്ന് ഞാനിവിടെ 9:30 എത്തിയിട്ടാണ്. ബിക്കോസ് തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളെന്തായാലും നേരത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗൈസ്, നമ്മൾ ഡാൻസിന് വേണ്ട പ്രോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എങ്ങനെ ഇത്ര നേരത്തെ എത്തിപ്പോയി? വൈ ഡിഡ് ഐ ഡു ദാറ്റ്? നല്ല അടിപൊളി മിററൊക്കെ ഉണ്ടല്ലോ. വ്ളോഗാണ് കേട്ടോ, ഞാൻ എല്ലാവരും വ്ളോഗിലുണ്ടാവും കേട്ടോ. പറഞ്ഞാൽ ഞാനൊന്ന് എല്ലാവരും പരിചയപ്പെട്ടു. നമ്മുടെ ഡാൻസ് ഡ്രാമേൻ്റെ ഫുൾ ടീമാണ്. പേര് പറയൂ. സുന്ദരി. അയ്യോ, മലയാളികളോ? ഇറ്റ്സൊക്കെ. രശ്മി ചേച്ചി പറയൂ, പരിചയപ്പെടുത്തു. നമ്മുടെ ഷോന്റെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ കം എല്ലാം. അഞ്ജന മലയാളിയല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് മലയാളത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഹായ്, മിന്നു അല്ലേ? ഒരു ഹായ് പറയും മിന്നു. രശ്മി ചേച്ചിയുടെ മോളാണ്. കണ്ട രണ്ടാളും കാണാൻ ഒരുപോലെ ഇല്ലേ ഗൈസ്? ഞാൻ അതിലിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് വെറുതെ സ്റ്റേജും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. സ്റ്റേജിൽ എത്ര സ്പേസ് ഉണ്ടെന്ന്. കാരണം ഈ LED പാനൽസ് മൊത്തം വെച്ചതുകൊണ്ട് അത് ഇറ്റ്സ് ടേക്കിംഗ് ലോഡ് ഓഫ് ഫോർ സ്പേസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡാൻസിങ്ങനെ നല്ല ചാടി കളിക്കുന്ന ഡാൻസ് ആയിരുന്നേ. അപ്പോൾ അധികം സ്പേസ് ഒന്നും. പിന്നെ ഇങ്ങനെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തൊക്കെ നടന്നതല്ല. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് നേരത്തെ വിളിച്ചിട്ട് വെറുതെ നടക്കും. സത്യം പറയുന്നത് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്നു. ആക്ച്വലി ആരും വന്നിട്ടൊന്നുമില്ല. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആരും 10 മണി 10 മണിക്ക് വരില്ലല്ലോ. എനിക്ക് ആക്ച്വലി ഈ ഒരു ഓർഗനൈസേഷനൊക്കെ പണ്ടേ ഉള്ള ഞാൻ ഐ എം ദ ന്യൂ ബി ഹിയർ റൈറ്റ് ആക്ച്വലി. സോ എനിക്കങ്ങനെ ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ എല്ലാം കണ്ടുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കണ്ട് നല്ല സിമ്പിളായിട്ട് നിൽക്കുന്നത്. ഒന്നിക്ക് ഞാൻ ലേറ്റായിട്ട് എത്തൂല, അല്ലെങ്കിൽ ഉദയൻ്റെ പരിപാടിക്കാണെങ്കിൽ എന്നും ഞാൻ ഓട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ രശ്മി ചേച്ചിക്ക് അവിടെ വന്നിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ, കാരണം നമ്മൾ ഓരോരോ ഡിഫറെൻറ്റ് ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഒരു ആക്ട് വരുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരോ ഡിഫറെൻറ്റ് സംഭവങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസുര ഡാൻസ് കളിച്ചിട്ടിങ്ങനെ പുറത്ത് ഓഡിയൻസിലേക്ക് ഓടി വരുന്ന രംഗം അങ്ങനെയൊക്കെ ഉണ്ട്. പൊളിക്കും. ദിസ് ഇസ് മൈ അസുര മെയ്റ്റ്. ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും. പരിചയപ്പെട്ട് പേരൊക്കെ പറഞ്ഞു. മൈ നെയിം ഈസ് ആതിരയുടെ മോളാണിത്. നിയക്കുട്ടി റൈറ്റ്? ഗൈസ്, നമ്മളെ ഓണപ്പൂക്കളൊക്കെ കണ്ട സമയം 11 മണിയായിട്ടായി കേട്ടോ. ഗൈസ്, ഇതാണ് ഡാൻസറിൽ ഒരാൾ നേരത്തെ മിസ്സായി പോയി പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവരൊന്ന് പരിചയപ്പെട്ടെ. അഞ്ചു മോൾ വീണ, ഒന്ന് എല്ലാവരും ഹായ് പറഞ്ഞേ. വ്ളോഗ്. ഇതാണ് വീണ ഗൈസ്. ഇതാണ് നമ്മുടെ അഞ്ജു. ഇത് പ്രസ്ഥാനം അഞ്ജു. കാണൂ. ഇപ്പൊ നമ്മൾ ആക്ച്വലി സ്റ്റേജിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓരോ ആളുടെ പൊസിഷൻ. I do. She's actually coming first time for the Malayalam. നമ്മൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അവരോട് പറയാം. ഫസ്റ്റ് പന്തി സദ്യക്കുള്ള ക്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. ബട്ട് തിങ് ഇസ് ദാറ്റ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് ചോറും കറിയും മാത്രമേ വിളമ്പാൻ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് വിടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. എനിവേസ് കുറേ നേരം ക്യൂ വന്നു ഗൈസ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാനിരുന്നു ആക്ച്വലി. ഒന്നെല്ലാവരും നോക്കി. Come on, Vinodini. So, guys, ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് in the makeup artist actually. Say hi. She is Vinodini and she is the owner of KV Muhurtam Vinodini Tailors, and then she does makeup and then she does a lot of things actually. I don't know. On top of that, she does a full-time job as well. I don't know how she handles. നമ്മുടെ സദ്യ ഇതൊക്കെ വിളമ്പി വെച്ചേക്കുവാണ്. ഇനി ഇപ്പോൾ ഇതൊക്കെ വിളമ്പി വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുക. ക്യാബേജ് ഞാനിങ്ങനെ വെക്കുന്നു. എല്ലാവരും പാത്രത്തിലും ക്യാബേജ് കുറച്ച് അധികം ഉണ്ട്. ക്യാബേജ് കുറച്ച് അധികം ഫ്രീ കിട്ടുന്നുണ്ട്. ബട്ട് ലുക്സ് യമ്മി.
നമ്മളിത് വി ആർ ഓൾ ബിസി ഹിയർ ഗെറ്റിംഗ് റെഡി ആൻഡ് ദെൻ ഇതാണ് എൻ്റെ അസുര കോസ്റ്റ്യൂം. യു കെൻ സീ എൻ്റെ കാലത്ത് തലയൊക്കെ കണ്ട ടൺ. സോ ഇവർ ഡാൻസേഴ്സാണ് ഇവർ. നമ്മൾ അസുര, ഇത് ഇവിടെ വേറൊരു അസുര, ഇതിവിടെ വേറൊരു അസുര. ഓൾ ദ ഡാൻസേഴ്സ് ആർ ഗെറ്റിംഗ് റെഡി. ഹലോ ബാബേബി, ഫുൾ ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നു. ഓക്കെ, അപ്പൊ എനിക്ക് പോയിട്ട് മേക്കപ്പ്. നാണം കുണങ്ങി വിഷ്ണു. വിഷ്ണു ഫുൾ ഫിറ്റിങ്സ് ആണ് മൊത്തം. വിഷ്ണുവിന് വണ്ണം കുറഞ്ഞു പോയി വല്ലാണ്ട്. ഗൈസ്, നിങ്ങൾ എന്നെ കണ്ട ഇപ്പൊ ഞെട്ടു. ഓ മൈ ഗോഡ്. ഒരു ഡൗട്ടില്ല, അസുരനെ അവിടെ എവിടെ ഉണ്ട്. ആക്ഷൻ വർത്താനം പറയാൻ വർത്താനം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് സൗകര്യം കൊടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായോ? ഞങ്ങൾ കൊല്ലാൻ പോകുന്ന ആളാണ്, തയ്യാറായി നിൽക്കുകയാണ്. നമ്മളൊരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു ആക്ഷൻ സീൻ ഉണ്ട് നമുക്ക്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടിയൊക്കെ നന്നായിരുന്നു എന്നാണ് ജനറലി ആൾക്കാർ പറഞ്ഞത്. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മളെ പരിപാടി ഇപ്പം കഴിഞ്ഞു. നമ്മളായിരുന്നു ആക്ച്വലി ലാസ്റ്റ്, പക്ഷേ ഫുൾ ഹൗസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മേക്കപ്പൊക്കെ നമുക്ക് പെയിൻ്റ് ആയതുകൊണ്ടേ പെട്ടെന്ന് ഊരി കളയാൻ പറ്റുന്ന മേക്കപ്പ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അപ്പാട് കളഞ്ഞ് ആൻഡ് ഹിയർ വി ആർ. അവിടെ കുറച്ച് പരിപ്പോടെയും ചായയൊക്കെ ഉണ്ട്. ഞാൻ അന്നും കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ബൈ. അടുത്ത ഓണത്തിന് കാണാം. ഇത് 3ാമത്തെ ഓണം. ഇനി ഓണം വരാൻ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ഓണമില്ലേ ഇനി അടുത്ത ആഴ്ച. സോപ്പം കാണാം. ഓക്കെ, ബൈ ബൈ.